കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ നടത്തുന്ന രാജ്യങ്ങളുടെ കരിമ്പട്ടികയിൽ തുടർച്ചയായ രണ്ടാം വർഷവും ഇസ്രയേലിനെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ. കഴിഞ്ഞ വർഷം ലോകമെങ്ങുമുള്ള സംഘർഷ മേഖലകളിൽ കുട്ടികൾക്കെതിരെയുള്ള ക്രൂരതയിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഗസ മുനമ്പിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളാണ് ഈ വർധനവിന് കാരണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദമായി നോക്കാം. കുട്ടികളും സായുധ സംഘർഷവും എന്ന വാർഷിക റിപ്പോർട്ടിൽ 2023 അപേക്ഷിച്ച് 2024 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെതിരായ ഗുരുതര ലംഘനങ്ങൾ ആഗോളതലത്തിൽ 25% വർദ്ധിച്ചതായി UN വ്യക്തമാക്കുന്നു. കുട്ടികൾക്കെതിരായ ഗുരുതരമായ ക്രൂരതകൾ നടന്ന 41,370 സംഭവങ്ങൾ UN സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ കൊലപാതകം, ലൈംഗിക അതിക്രമം, സ്കൂളുകൾക്കും ആശുപത്രികൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. അധിനിവേശ ഫലസ്തീനിലും ഇസ്രയേലിലും 2959 കുട്ടികൾക്കെതിരെ 8554 ഗുരുതരമായ നിയമലംഘനങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗസയിൽ നടന്ന ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ 1259 ഫലസ്തീൻ കുട്ടികൾ കൊല്ലപ്പെടുകയും 941 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. ഗസയിലെ ആരോഗ്യ മന്ത്രാലയം ഇതിലും ഉയർന്ന കണക്കുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2024 ഫലസ്തീനിൽ 4470 കുട്ടികൾ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും UN അറിയിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലുമായി 97 ഫലസ്തീൻ കുട്ടികളുടെ കൊലപാതകവും 3688 നിയമലംഘനങ്ങളും UN സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 500-ലധികം കുട്ടികൾ കൊല്ലപ്പെടാനും പരിക്കേൽക്കാനും ഇടയാക്കിയ ലെബനനിലെ ഇസ്രയേലിന്റെ സൈനിക നടപടികളെയും ഈ റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട്. അധിനിവേശ ഫലസ്തീനിലും ഇസ്രയേലിലും കുട്ടികൾക്കെതിരെ നടന്ന ഗുരുതരമായ നിയമലംഘനങ്ങളുടെ തീവ്രതയിൽ താൻ അമ്പരന്ന് പോയതായി UN മേധാവി അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ വ്യാപകമായി ഉപയോഗിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കുട്ടികൾക്ക് പ്രത്യേക സംരക്ഷണം, സ്കൂളുകൾക്കും ആശുപത്രികൾക്കും സുരക്ഷ, സൈനികരെയും സാധാരണക്കാരെയും തമ്മിൽ വേർതിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവ ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണമെന്ന് ഇസ്രായേലിനോട് ഗുട്ടറസ് വീണ്ടും ആവശ്യപ്പെട്ടു. ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡുകൾ, ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പിന്റെ സായുധ വിഭാഗമായ അൽ ഖുദ്സ് ബ്രിഗേഡുകൾ എന്നിവയെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഗസയിൽ മനുഷ്യ മനസാക്ഷിയെ നടക്കുന്ന നരനായാട്ട് തുടരുകയാണ് ഇസ്രായേൽ ഇപ്പോഴും. 3 ദിവസങ്ങളിലായി ഗസ, റഫ, ഖാൻ യൂനിസ് എന്നിവിടങ്ങളിൽ ഭക്ഷണ ക്യാമ്പുകൾക്ക് മുന്നിൽ ക്യൂ നിന്ന നിരപരാധികൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ കൂട്ടവെടിവെപ്പിൽ 115 പേർ കൊല്ലപ്പെട്ടു. വ്യാഴാഴ്ച മാത്രം 16 പേരെ കൊലപ്പെടുത്തിയ സൈന്യം ബുധനാഴ്ച കൊന്നു തള്ളിയത് 29 പേരെയാണ്. ഡ്രോണുകൾ, മെഷീൻ ഗൺ, ടാങ്കുകൾ എന്നിവ ഉപയോഗിച്ചാണ് നിരപരാധികളെ വെടിവെച്ചതെന്ന് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർ പറയുന്നുണ്ട്. തിങ്കളാഴ്ച മാത്രം ഭക്ഷണം വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ 38 പേരെയാണ് ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നത്.